ഈശോ ദൈവത്താൽ അയക്കപ്പെട്ടവൻ. എത്ര ചങ്കുറപ്പുള്ളവനായിരുന്നു നമ്മുടെ ഗുരുവും കർത്താവുമായ ഈശോ എന്ന് തെളിയിക്കുന്ന വചനഭാഗമാണിത്. ഫരിസേയരും യഹൂദ പ്രമാണിമാരും അവനെ പിടിക്കുവാൻ തക്കം പാർത്തിരിക്കുന്ന നേരത്താണ് ദേവാലയത്തിൽ നിന്നുകൊണ്ട് അവൻ സത്യവേദ പ്രബോധനം നൽകുന്നത്. താൻ ആരാണെന്നും തന്നെ അയച്ചവൻ ആരാണെന്നും അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം അവൻ മൊഴിയുകയാണ്. ദേവാലയത്തിൽ അനേകരുണ്ട്, അവനെ അറിയുന്നവർ, അവനെക്കുറിച്ച് കേട്ടറിവ് മാത്രമുള്ള തീർത്ഥാടകർ, അവനെതിരെ ഗൂഢാലോചന നടത്തുന്നവർ, അങ്ങനെ പലരും. അവർക്ക് മുമ്പിലാണ് ഈശോ തൻ്റെ പിതാവിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ലോകം ദർശിച്ച ഏറ്റവും വലിയ വിപ്ലവകാരിയുടെ നെഞ്ചുറപ്പിൻ്റെ സാക്ഷ്യമാണത്. ഈ നെഞ്ചുറപ്പിൻ്റെ കാരണവും തിരുവെഴുത്തുകൾ കോറിയിടുന്നുണ്ട്. തന്നെ അയച്ച പിതാവ് സത്യവാനാണെന്ന ബോധ്യം നൽകുന്ന ബലം തന്നെയാണത്. ശത്രുരാജ്യത്തിൻ്റെ സഭയിലേക്ക് ദൂതുമായി പോകുന്ന രാജകുമാരനെ കാണുന്നില്ലേ? അവൻ്റെ ബലം അവനെ അയച്ച പിതാവും രാജാവുമായവൻ്റെ ബലമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രം 20 പ്രാവശ്യത്തോളം ആവർത്തിക്കുന്നുണ്ട് സമയം ഇനിയും ആയിട്ടില്ല എന്ന പരാമർശം. ദൈവശാസ്ത്രജ്ഞർ ഇതിനെ ഗോഡ്സ് ടൈം എന്നാണ് വിളിക്കുക. എന്താണിത്? തന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണം എന്ന് തന്നെ. പിതാവിൻ്റെ തിരുവുള്ളം ഗ്രഹിച്ചറിയുന്ന ഈശോയ്ക്ക് തന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയും അറിയാമായിരുന്നു. എല്ലാം അനുകൂലമായി വരുന്ന സമയമാണത്. തോമസ് ബെക്കറ്റിൻ്റെ വിഖ്യാതമായ നാടകമാണ് വെയ്റ്റിംഗ് ഫോർ ഗോഡോട്ട്. അതിലെ വ്ളാഡിമിറും എസ്ട്രഗോണും ദൈവത്തിനായി കാത്തിരിക്കുകയാണ്. ഈ ദൈവനിമിഷങ്ങളെയാണ് നാമും കാത്തിരിക്കേണ്ടത്. ലാസറിന് അത് 3 ദിവസമായിരുന്നു എങ്കിൽ തളർവാദ രോഗിക്ക് 38 സംവത്സരങ്ങളായിരുന്നു. നമ്മുടെ ദൈവനിമിഷങ്ങളെ നമുക്ക് കാത്തിരിക്കാം. ധൃതിപ്പെടുന്നവർ ദൈവഹിതത്തെ തകിടം മറിക്കുകയാണ് എന്ന വിൻസെൻ്റ് പോളിൻ്റെ വാക്കുകൾ നമുക്ക് അനുസ്മരിക്കാം. പുൽക്കൊടിത്തുമ്പിലെ മഞ്ഞുതുള്ളിയെ സൂര്യവെളിച്ചം വൈഡൂര്യമാക്കുന്നത് പോലെ സഹനങ്ങൾ മഹത്വീകൃതമാക്കുന്ന ദൈവനേരം കടന്നു വരിക തന്നെ ചെയ്യും. അന്ന് ക്രൂശിലെ കർത്താവിൻ്റെ മൊഴികൾ ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കട്ടെ. പിതാവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. നോമ്പ് ദൈവനേരങ്ങളുടെ കാത്തിരിപ്പാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ആമേൻ. ആരാധന, സ്തുതി, ആരാധന, ആരാധ്യനാഥ, ആരാധന. സ്തുതി, ആരാധന, ആരാധ്യനാഥ, ആരാധന. ആരാധന, സ്തുതി, ആരാധന, ആരാധ്യനാഥ, ആരാധന. പ്രാണൻ നൽകിയ പ്രാണനാഥ, പ്രാണനായ അങ്ങേ ഞാൻ ആരാധിക്കാം. പ്രാണൻ നൽകിയ പ്രാണനാഥ, പ്രാണനായ അങ്ങേ ഞാൻ ആരാധിക്കാം. ആരാധന, സ്തുതി, ആരാധന, ആരാധ്യനാഥ, ആരാധന. ജീവൻ നൽകിയ
ജീവൻ നൽകി ഞാൻ ആരാധിക്കാം. ജീവൻ നൽകിയ ജീവേശ്വരാ, ജീവൻ നൽകി ഞാൻ ആരാധിക്കാം. ആരാധന സ്തുതി ആരാധന, ആരാധ്യനാഥ ആരാധന. ശ്വാസം നൽകിയ ജീവനാഥ, ശ്വാസം നൽകി ഞാൻ ആരാധിക്കാം.